പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകാഗ്നിയുടെ ശ്രോതാക്കൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹങ്ങളും ആശീർവാദവും. ഇന്ന് നാം ശ്രവിക്കുന്നത് ദൈവവചനത്തിലൂടെ ദൈവമക്കൾക്ക് സൗഖ്യം സാധ്യമാണ് എന്നതിനെക്കുറിച്ചാണ്. ദൈവവചനം സൗഖ്യം നൽകുന്ന ദൈവത്തിൻ്റെ ഔഷധമാണ്. ദൈവവചനം ദൈവമക്കൾക്കുള്ള ഔഷധമാണ്. ഒരു ദിവസം സഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ താമസിച്ചുള്ള ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ധ്യാനത്തിൽ നിരവധി വ്യക്തികൾ പങ്കുചേരുന്നുണ്ട്. അപ്പോൾ ഒരു സഹോദരി 2-3 ദിവസമായി യാതൊരു അനുഭവമില്ലാതെ ഈ ധ്യാനത്തിൽ പങ്കുചേരാൻ പറ്റാതെ അസ്വസ്ഥയായി നടക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ ആ സഹോദരിയെ സ്നേഹപൂർവ്വം അടുത്ത് വിളിച്ചു.
ആ സഹോദരിയോട് ചോദിച്ചു, എന്താണ് ഈ ധ്യാനത്തിൽ ഉൾച്ചേർന്ന് പങ്കുചേർന്ന് പ്രാർത്ഥിക്കാത്തത്? അപ്പോൾ ആ സഹോദരി പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, 2 വർഷമായി എനിക്ക് രക്തസ്രാവമുണ്ട്, ഇപ്പോൾ എനിക്ക് ദൈവത്തെയും വിശ്വാസമില്ല, മനുഷ്യരെയും വിശ്വാസമില്ല. ഞാൻ ചോദിച്ചു, പിന്നെ എന്തുകൊണ്ടാണ് ഈ ധ്യാനത്തിന് വന്നത്? അപ്പോൾ പറഞ്ഞു, എല്ലാവരും കൂടെ നിർബന്ധിച്ചിട്ട് ഞാൻ വന്നതാണ്, എനിക്ക് ആരെയും വിശ്വാസമില്ല, 2 വർഷമായി രക്തസ്രാവം തുടങ്ങിയിട്ട്. ഒരുപാട് ഡോക്ടർമാരെ കൊണ്ട് ചികിത്സിച്ചു, ഒരുപാട് ആശുപത്രികളിൽ ചികിത്സിച്ചു, പക്ഷേ ഈ രോഗത്തിന് സൗഖ്യമില്ല. ഞാൻ പലരെയും കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു, പക്ഷേ പ്രാർത്ഥന കൊണ്ടും ഈ രോഗത്തിന് സൗഖ്യം കിട്ടിയിട്ടില്ല. ഇപ്പോൾ എനിക്ക് ദൈവത്തിലും വിശ്വാസമില്ല, മനുഷ്യരിലും വിശ്വാസമില്ല. ആ സഹോദരി അങ്ങനെ അസ്വസ്ഥയായിട്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഇവിടെ നടക്കുന്ന ധ്യാന ശുശ്രൂഷകളിലൊക്കെ എളിമപ്പെട്ട് പങ്കുചേർന്ന് പ്രാർത്ഥിക്കണം. ആ സഹോദരി പറഞ്ഞു, എനിക്കിരിക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ്. ആ സഹോദരി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നടക്കും, തുടർച്ചയായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് അസ്വസ്ഥത നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സഹോദരിയോട് ചോദിച്ചു, സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? സഹോദരി പറഞ്ഞു, 100% ആഗ്രഹമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് എനിക്ക് ഈ കഠിനമായ രോഗപീഠയിൽ നിന്ന് സൗഖ്യം പ്രാപിക്കണമെന്നുള്ളത്. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, സുഭാഷിതങ്ങൾ പുസ്തകത്തിൽ 4-ാം അധ്യായം 20 മുതൽ 22 വരെ തിരുലിഖിതങ്ങൾ, എൻ്റെ മകനെ, എൻ്റെ വാക്കുകൾ നീ ശ്രദ്ധിക്കുക, എൻ്റെ മൊഴികൾക്ക് നീ ചെവി തരിക, അവ നിൻ്റെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ, അവ നിൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക, എന്തെന്നാൽ അവയെ ഉൾക്കൊള്ളുന്നവന് അവ ജീവനും അവൻ്റെ മുഴുവൻ ശരീരത്തിനും അത് ഔഷധവുമത്രേ. എൻ്റെ മകനെ, എൻ്റെ വാക്കുകൾ നീ ശ്രദ്ധിക്കുക, എൻ്റെ മൊഴികൾക്ക് നീ ചെവി തരിക, അവ നിൻ്റെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ, അവ നിൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക, എന്തെന്നാൽ അവയെ ഉൾക്കൊള്ളുന്നവന് അവ ജീവനും അവൻ്റെ മുഴുവൻ ശരീരത്തിനും അത് ഔഷധവുമത്രേ. ദൈവവചനം ദൈവമക്കളുടെ ശരീരത്തിന് ഔഷധമാണ്. ദൈവവചനം ദൈവമക്കളുടെ ശരീരത്തിലെ രോഗപീഠകളിൽ ഔഷധമായി കർത്താവ് നൽകിയിട്ടുണ്ട്. ദൈവവചനം കേൾക്കുന്നൊരു വ്യക്തി, ദൈവവചനം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നൊരു വ്യക്തി, ദൈവവചനം ദൃഷ്ടിപഥത്തിൽ സൂക്ഷിക്കുന്നൊരു വ്യക്തി, ദൈവവചനം ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നൊരു വ്യക്തി ദൈവവചന ശക്തിയാൽ സൗഖ്യം പ്രാപിക്കും. ആ വ്യക്തിയുടെ ശരീരത്തിലെ രോഗപീഠകളെ നിർവീര്യമാക്കാൻ തക്കവിധം ശക്തങ്ങളാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ. ഈ സഹോദരി ഈ വാക്കുകൾ കേട്ടപ്പോൾ ഹൃദയം കൊണ്ട് സ്വീകരിച്ചു. ആ സഹോദരി പറഞ്ഞു, ഞാൻ തീർച്ചയായിട്ടും ദൈവവചനം പറഞ്ഞ് സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി ശ്രമിക്കാം, എനിക്ക് സൗഖ്യം പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആ സഹോദരി പറഞ്ഞു, ധ്യാനത്തിൽ കൂടിയിട്ട് 3 ദിവസമായി, ഇന്ന് വരെയും ഒരു വചനം പോലും എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടില്ല, ഒരു വചനം പോലും എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, ഇനി തൊട്ട് ശ്രദ്ധിച്ച് വചനം കേൾക്കണം, കേൾക്കുന്ന വചനം ദൃഷ്ടിപഥത്തിൽ ഓർമ്മയിൽ സൂക്ഷിക്കണം. ആ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന വചനം ഹൃദയത്തിൽ ഭദ്രമായി, ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് വെക്കണം, ഹൃദയത്തിൽ അത് സ്വീകരിക്കണം. വചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച് ഓർമ്മയിൽ സൂക്ഷിച്ച് അധരം കൊണ്ടത് പ്രഖ്യാപിക്കണം. അങ്ങനെ ഒരു തിരുവചനം, ഒരു തിരുലിഖിതം അങ്ങനെ പറയാൻ സാധിച്ചാൽ, ഹൃദയത്തിൽ സ്വീകരിച്ച് ഓർമ്മയിൽ വെച്ച് അധരങ്ങൾ കൊണ്ടത് പ്രഖ്യാപിക്കാൻ സാധിച്ചാൽ, അത് സഹോദരിയുടെ ശരീരത്തിൽ സൗഖ്യമായി മാറും. ആ സഹോദരി അന്ന് വചനഹോളിലേക്ക് പോയി, വചനഹോളിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ സഹോദരിക്ക് അന്ന് പ്രഘോഷിക്കയുടെ വചനങ്ങളിൽ ഒരു വചനം ആ സഹോദരി ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു. അപ്പസ്തോല പ്രവർത്തനം 16:31, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ വചനം ആ സഹോദരിയുടെ ഹൃദയത്തിലേക്ക് ബോധ്യപ്പെട്ടു. ആ സഹോദരി അത് ദൃഷ്ടിപഥത്തിൽ സൂക്ഷിച്ചു, കാണാതെ പഠിച്ചിട്ട് ഈ വചനം ആ സഹോദരി ആവർത്തിച്ച് പറയാൻ തുടങ്ങി. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അങ്ങനെ ഈ വചനം ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ആ സഹോദരിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി. ആ സഹോദരിയിൽ അന്ധകാരത്തിൻ്റെ ആത്മാവ്, രോഗത്തിൻ്റെ ആത്മാവ്, നിരാശയുടെ ആത്മാവ്, ദുഃഖത്തിൻ്റെ ആത്മാവ്, കഠിന വ്യഥകളുടെ ആത്മാവ് നിർവീര്യമാകാൻ തുടങ്ങി. അന്ധകാരത്തിൻ്റെ ഭരണത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കാൻ തുടങ്ങി. ദൈവവചനത്തോടുണ്ടായിരുന്ന ആ അടഞ്ഞ അവസ്ഥ പരിശുദ്ധാത്മാവ് വ്യാപരിച്ച് നിർവീര്യമായി. വചനത്തോട് തുറവി ആ സഹോദരിക്ക് ദൈവത്തിൻ്റെ കൃപയാൽ ലഭിച്ചു.
ആ സഹോദരി ആ വചനം ആവർത്തിച്ച് പറഞ്ഞപ്പോൾ തുടർന്ന് വന്ന ക്ലാസ്സുകളിൽ മറ്റൊരു വചനം കൂടെ സഹോദരിയുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് പതിപ്പിച്ചു നൽകി. 37-ാം സങ്കീർത്തനത്തിൽ 7ഉം 8ഉം വാക്യങ്ങൾ: കർത്താവിന് വേണ്ടി ക്ഷമാപൂർവം കാത്തിരിക്കുക, പരിഭ്രമിക്കരുത്, അത് തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ. കർത്താവിന് വേണ്ടി ക്ഷമാപൂർവം കാത്തിരിക്കുക, പരിഭ്രമിക്കരുത്, അത് തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ. ആ സഹോദരി ആ വചനം ഹൃദയത്തിൽ സ്വീകരിച്ച് അതും പറയാൻ തുടങ്ങി. സഹോദരി കർത്താവിന് മുമ്പിൽ എളിമപ്പെട്ടു. കർത്താവിന് വേണ്ടി കാത്തിരിക്കാൻ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു. പരിഭ്രമം കൂടാതെ, ഭയം കൂടാതെ കർത്താവിന് മുമ്പിൽ എളിമപ്പെട്ട് കർത്താവ് പ്രവർത്തിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കാൻ പരിശുദ്ധാത്മാവ് സഹോദരിയെ പരിശീലിപ്പിച്ചു. അങ്ങനെ വചനം ആവർത്തിച്ച് 4 ദിവസ ധ്യാനം കൂടി ഇപ്പോൾ 2 വചനം ആ സഹോദരി ഹൃദയത്തിൽ പതിഞ്ഞു. ഈ 2 വചനങ്ങൾ എപ്പോഴും ആവർത്തിച്ച് പറയാൻ തുടങ്ങി. ഭക്ഷണത്തിന് പോകുമ്പോൾ ഈ വചനങ്ങൾ പറയും, കിടക്കാൻ പോകുമ്പോൾ ഈ വചനം പറയും, വിശ്രമിക്കുമ്പോൾ ഈ വചനം പറയും, നടക്കുമ്പോൾ ഈ വചനം പറയും, വചനങ്ങളിൽ ഇരിക്കുമ്പോൾ ഈ വചനം പറയും. ഇങ്ങനെ ഈ വചനം ആവർത്തിച്ച് ഈ സഹോദരി പറഞ്ഞുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനങ്ങൾ കുറേ നേരം ആവർത്തിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ ഈ സഹോദരിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെട്ടു. പരിശുദ്ധാത്മാവ് ആ സഹോദരിയുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും വ്യാപരിക്കാൻ തുടങ്ങി. അപ്പോൾ ആ സഹോദരിക്ക് ലഭിച്ച ആദ്യത്തെ അനുഭവമാണ് അനുതാപം. ആ സഹോദരിയുടെ ഉള്ളിൽ എന്തെന്നില്ലാത്തൊരു അനുതാപം പൊട്ടിപ്പുറപ്പെട്ടു. ആ സഹോദരിക്ക് ആ സഹോദരിയുടെ ജീവിതകാലത്ത് ചെയ്തിട്ടുള്ള പാപങ്ങളെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് കിട്ടി. പാപങ്ങളെക്കുറിച്ച് തിരിച്ചറിവ് കിട്ടുന്തോറും ഉള്ളിനുള്ളിൽ അനുതാപം നിറഞ്ഞുകൊണ്ടിരുന്നു. അനുതാപത്താൽ നിറഞ്ഞ് പാപബോധത്താൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരി അന്ന് വീണ്ടും ഒരിക്കൽ കൂടെ കുമ്പസാരിച്ച് ആ കുമ്പസാരക്കൂട്ടിൽ വെച്ച് പൊട്ടിക്കരഞ്ഞ് അന്ന് വരെയുള്ള പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്ത എല്ലാ പാപങ്ങളും നിറഞ്ഞ അനുതാപത്തോടെ കണ്ണുനീരിൽ കുതിർന്ന് ആ സഹോദരി ഏറ്റു പറഞ്ഞു. വീണ്ടും വചന ഹാളിൽ വന്നിരുന്ന് ഈ വചനങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ സന്ധ്യയായി, ആരാധനയുടെ സമയമായി. ആരാധനാ സമയത്ത് ഈശോയെ, ദിവ്യകാരൻ ഈശോയെ ആൾക്കാരിൽ എഴുന്നള്ളിച്ച് വെച്ചപ്പോൾ ഈ സഹോദരി ഹൃദയത്തിൽ പൊട്ടിക്കരഞ്ഞ് രോഗത്തിൻ്റെ പീഡ, രോഗത്തിൻ്റെ വിഷമവും അതുപോലെ തന്നെ മറ്റ് പല ദുഃഖങ്ങളും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദൈവികമായ ഇടപെടൽ ആ സഹോദരിയുടെ ജീവിതത്തിലുണ്ടായി. ആ സഹോദരിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം ആ സഹോദരി കേട്ടു. ആ സഹോദരിയോട് ചോദിച്ചു, നീ സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുവോ? ആ സഹോദരിയുടെ ഉള്ളിൽ ആത്മാർത്ഥമായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, സൗഖ്യം പ്രാപിക്കണമെന്ന്. സഹോദരി പറഞ്ഞു, എനിക്ക് സൗഖ്യം പ്രാപിക്കണം. ആ സഹോദരിയോട് ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരണ കൊടുത്തു. ഹൃദയത്തിലുള്ള എല്ലാ പാപവും ഉപേക്ഷിച്ച് യേശു ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. ആ സഹോദരി പറഞ്ഞു, എൻ്റെ ഈ രോഗം വിട്ടുപോയാൽ എൻ്റെ ജീവിതകാലം മുഴുവനും എൻ്റെ യേശുവിനെ എൻ്റെ ഹൃദയത്തിൽ കർത്താവും രാജാവുമായി ഞാൻ പൂജിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹൃദയത്തിൻ്റെ ഈ തീരുമാനം ദിവ്യകാരൻ ആരാധന മുമ്പിൽ ആ സഹോദരി പ്രഖ്യാപിച്ച ക്ഷണത്തിൽ തന്നെ ആ സഹോദരിയുടെ ശരീരത്തിൽ 2 വർഷമായി ആ സഹോദരി പീഡിപ്പിച്ചുകൊണ്ടിരുന്ന രോഗപീഠ, രക്തസ്രാവം നിലച്ചു. ആ സഹോദരി സൗഖ്യം പ്രാപിച്ചു. ആ സഹോദരി പറഞ്ഞു, ഞാൻ പെരിന്തൽമണ്ണ ഞാൻ ഒരുപാട് ആശുപത്രികളിൽ, പ്രശാന്തി ഹോസ്പിറ്റൽ, മൗലാന ഹോസ്പിറ്റൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ഇങ്ങനെ പല ഹോസ്പിറ്റലിൽ പോയി ചികിത്സിച്ചിട്ടും എനിക്ക് സൗഖ്യം കിട്ടാത്ത രക്തസ്രാവം, എൻ്റെ രക്തസ്രാവം കർത്താവായ യേശു ക്രിസ്തു തിരുവചനങ്ങളാൽ സൗഖ്യപ്പെടുത്തി. സഹോദരിക്ക് വലിയ സന്തോഷമായി. ഈ ലോകത്തിൽ ആർക്കും ചെയ്തു കൊടുക്കാൻ സാധിക്കാതിരുന്നത് ദൈവവചനം ആവർത്തിച്ച് ഉരുവിട്ടപ്പോൾ ആ സഹോദരിയുടെ ജീവിതത്തിലേക്ക് കർത്താവ് നൽകി. നോക്കുക, എന്തൊക്കെ മാറ്റങ്ങളാണ് സഹോദരിക്ക് ഉണ്ടായത്. വചനം ആവർത്തിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ അന്ധകാര ശക്തിയുടെ ഭരണം അവസാനിച്ചു. അന്ധകാര ശക്തിയുടെ കോട്ടകൾക്ക് വിള്ളലേറ്റു. അന്ധകാര ശക്തികളുടെ ആധിപത്യങ്ങൾ ദുർബലമായി. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആ സഹോദരിയുടെ ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലും വ്യാപരിക്കാൻ തുടങ്ങി. പാപബോധ്യവും പശ്ചാത്താപവും ദൈവിക ദാനങ്ങളായ സഹോദരിക്ക് ലഭിച്ചു. പാപം ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കാൻ കൃപ കിട്ടി. കൂദാശകളിൽ വലിയ ബോധ്യവും വിശ്വാസവും ജനിച്ചു. അങ്ങനെ ഈശോയെ ആരാധിക്കാനുള്ള വരം കൊണ്ട് ആ സഹോദരി നിറഞ്ഞു. ഈശോയെ ആരാധിച്ചപ്പോൾ ദൈവിക ശക്തി ആ സഹോദരി ഉള്ളിലെല്ലാം വ്യാപരിച്ചു. ദൈവവചനം ആ സഹോദരിക്ക് വലിയ സൗഖ്യമായി, വലിയ വിടുതലായി രൂപാന്തരപ്പെട്ടു. ദൈവവചന ശക്തിയാൽ ആ സഹോദരി ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായി. ദൈവത്തിൻ്റെ വചനം ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 16-ാം അധ്യായം 12-ാം വാക്യത്തിൽ പ്രകാരം പഠിപ്പിക്കുന്നു, കർത്താവേ, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. എല്ലാവരെയും സുഖപ്പെടുത്തുന്നതാണ് കർത്താവിൻ്റെ വചനം. ഏതെങ്കിലും
കുറച്ച് വ്യക്തികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല കർത്താവിൻ്റെ വചനം. എല്ലാവരെയും സുഖപ്പെടുത്തുന്നതാണ് കർത്താവിൻ്റെ വചനം. അതൊരു കുഞ്ഞാകട്ടെ, മുതിർന്നവളാകട്ടെ, വിശ്വാസം അല്ലെങ്കിൽ അറിവുള്ളവനാകട്ടെ, അറിവില്ലാത്തവനാകട്ടെ, ആരുമാകട്ടെ, എല്ലാവരെയും സുഖപ്പെടുത്തുന്നതാണ് കർത്താവിൻ്റെ വചനം. ഈ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു സഹോദരി സഗിയോൻ ടീമിൻ്റെ ധ്യാനത്തിൽ വെച്ചിട്ട് ആ സഹോദരിയുടെ അനുഭവം, സഹോദരിക്കുണ്ടായ അനുഭവം ആ സഹോദരി വെളിപ്പെടുത്തിയത് ഞാൻ ഓർമ്മിക്കുകയാണ്. ആ സഹോദരി പറഞ്ഞിങ്ങനെയാണ്: വിദേശത്ത് പോകാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് ഞാൻ. എൻ്റെ ബാല്യത്തിൽ എനിക്ക് പ്രൈമറി കോംപ്ലക്സ് എന്ന രോഗം വന്നു. ആ രോഗത്തെ വൈദ്യശാസ്ത്രം അനുശാസിക്കുന്നതനുസരിച്ച് ആ രോഗം ഒരിക്കൽ ബാധിച്ചാൽ ഒരു പാട് നെഞ്ചിൻ്റെ എക്സ്റേയിൽ ജീവിതകാലം മുഴുവൻ കാണാൻ സാധിക്കുമെന്നാണ്. ഞാൻ തൃശ്ശൂരിൽ വെച്ച് സഹിയോൻ ടീമിൻ്റെ ധ്യാനം കൂടിയപ്പോൾ അതിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ കർത്താവ് ആ രോഗം സുഖപ്പെടുത്തി. ചെസ്റ്റ് എക്സ്റേ എടുത്തു നോക്കിയപ്പോൾ തികച്ചും നോർമലാണെന്നും അത്തരത്തിലുള്ള രോഗം വന്നതിൻ്റെ യാതൊരു തെളിവും അവശേഷിക്കുന്നില്ല എന്ന് വ്യക്തമായി. ലോകത്തിൽ ആർക്കും ചെയ്യാൻ സാധിക്കാത്ത ഈ അത്ഭുതം ഉണ്ടായത് ഈശോയുടെ വചനങ്ങളും ഈശോയുടെ തിരുലിഖിതങ്ങളും എൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ച് എൻ്റെ അധരങ്ങൾ കൊണ്ട് പറഞ്ഞപ്പോഴാണ്. ചിത്ര പ്രഭാകരൻ തൃശ്ശൂരിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരു വലിയ ആത്മീയ സത്യമാണ്. ഈശോയുടെ വചനങ്ങൾ, ദൈവത്തിൻ്റെ തിരുലിഖിതങ്ങൾ രോഗങ്ങളെ സൗഖ്യപ്പെടുത്തുന്ന ഔഷധങ്ങളാണ്. ദൈവവചനം ഔഷധമാണ്. സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ 107 അധ്യായത്തിൽ 20 വാക്യം, അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സുഖപ്പെടുത്തി. തൻ്റെ വചനത്താൽ അവിടുന്ന് രോഗികളെ സുഖപ്പെടുത്തി. തൻ്റെ വചനമയച്ച് അവിടുന്ന് അവരെ സുഖപ്പെടുത്തി. ഹെബ്രായ ലേഖനത്തിൽ 4 അധ്യായം 12 വാക്യം, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും മാംസത്തിലും തുളച്ചു കയറുന്നതുമാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം രോഗപീഠകളിലേക്ക് വ്യാപരിക്കുന്നതാണ്. ദൈവത്തിൻ്റെ വചനം മജ്ജയിലും മാംസത്തിലും തുളച്ചു കയറി സൗഖ്യം വിതറാൻ കഴിവുള്ള ശക്തിയാണെന്ന് തിരുലിഖിതങ്ങൾ ദൈവമക്കളെ പഠിപ്പിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ ദൈവവചനം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഏറ്റുവാങ്ങി ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. വചനം സ്വീകരിച്ച് അത് അധരങ്ങൾ കൊണ്ട് വചനം പറഞ്ഞ് സൗഖ്യം പ്രാപിക്കാൻ ഒരു ദൈവവചനത്തിന് കഴിയും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ കാലങ്ങളൊക്കെ ഞങ്ങൾ കേട്ടതും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഞങ്ങൾ സ്വീകരിച്ചതുമായ തിരുവചനങ്ങളാൽ ഞങ്ങളുടെ ശരീരങ്ങളെ രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കാൻ അവിടുന്ന് ഇപ്പോൾ ഇടപെടണമേ. വചനം ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് പറഞ്ഞും ഞങ്ങളുടെ ഹൃദയത്തിൽ വിശ്വസിച്ചും വചനത്താൽ സൗഖ്യം പ്രാപിക്കാൻ അവിടുന്ന് ഇപ്പോൾ സ്വർഗീയ അഭിഷേകം, വചനത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ ഒരിക്കൽ കൂടെ ഉണർത്തണമേ. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കുന്നു. രോഗത്തിൻ്റെ മേൽ കർത്താവിൻ്റെ ശക്തി വചനമായി വ്യാപരിക്കട്ടെ. ഹാലലുയ, 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 ഹാലലുയ. കർത്താവിൻ്റെ വചനശക്തിയാൽ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവിൻ്റെ വചനശക്തിയാൽ രോഗപീഠകളുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. എല്ലാ തരത്തിലുള്ള രോഗങ്ങളിലേക്കും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ഹാലലുയ, ഹാലലുയ. വചനത്താൽ സൗഖ്യം പ്രാപിക്കാൻ തക്കവിധം ഈ ലോകത്തിലുള്ള ഓരോ മകനെയും മകളെയും യേശുവേ അനുഗ്രഹിക്കണമേ. ഹാലലുയ, ഹാലലുയ. യേശുവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി. ആരാധന, യേശുവേ ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. തിരുവചനങ്ങൾ ദൈവമക്കളുടെ അനുഗ്രഹത്തിനായി ഈ ഭൂമിയിലേക്ക് സമൃദ്ധമായി നൽകിയ ദൈവം ദിവികാരുണ്യ രൂപനായി ഇതാ ദൈവമക്കളെ അനുഗ്രഹിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ കർത്താവ് കരങ്ങൾ നീട്ടി അനുഗ്രഹിക്കുന്ന സമയമാണ്. ഓരോ മകനും മകളും ഇപ്പോൾ വിശ്വാസത്തോടെ യേശു ക്രിസ്തുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. നിങ്ങൾ സമ്മേളിച്ചിരിക്കുന്ന ഈ സ്ഥലത്ത് ഇതാ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറയുന്ന സമയമാണ്. ദൈവം കടന്നു വന്നിരിക്കുന്ന സമയമാണ്. ദൈവം സ്പർശിക്കുന്ന സമയമാണ്. രോഗങ്ങളും കഠിനമായ ദുഃഖപീഠകളും പലതരത്തിലുള്ള മനോവിഷമങ്ങളും കർത്താവ് ഈ നിമിഷങ്ങളിൽ തൊട്ട് സൗഖ്യം നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മകനെ, മകളെ, മനസ്സിൽ നിരാശ കൂടാതെ പ്രത്യാശയോടെ കർത്താവിനെ വിളിക്കുക. കർത്താവ് തൻ്റെ സാന്നിധ്യം നൽകി സൗഖ്യം നൽകുന്നു. കർത്താവ് തൻ്റെ വചനത്താൽ അഭിഷേകം നൽകുന്നു. ഹൃദയം നൊന്ത് കർത്താവിനെ വിളിക്കുന്ന സകലർക്കും കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്.
കരങ്ങൾ യേശുവിൻ്റെ പക്കലേക്ക് ഉയരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ഇപ്പോൾ വിളിക്കുകയാണ്. അവിടുന്ന് സൗഖ്യം നൽകും, അവിടുന്ന് വിടുതൽ നൽകും. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, മനം തകർന്നിരിക്കുന്നവരെ ഇപ്പോൾ അവിടുന്ന് സന്ദർശിച്ച് തൊട്ട് സുഖപ്പെടുത്തണമേ. എല്ലാ വിധത്തിലും അകപ്പെട്ടിരിക്കുകയും എല്ലാ വിധത്തിലും പലതരത്തിലുള്ള പിടകളിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്യുന്നവരെ ഇപ്പോൾ അവിടുന്ന് കടന്നു ചെന്ന് കെട്ടുകളഴിച്ച് മോചിപ്പിക്കണമേ. കർത്താവെ, പലതരത്തിലുള്ള നാരകീയ ശത്രു ഉപദ്രവങ്ങളാൽ തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെയും വ്യക്തികളെയും ഇപ്പോൾ അവിടുന്ന് സന്ദർശിച്ച് അനുഗ്രഹിക്കണമേ, വിടുതൽ നൽകണമേ, മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തരത്തിലുള്ള രോഗത്തിൻ്റെ ആധിപത്യങ്ങളെ അവിടുന്ന് തകർത്ത് കളയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇപ്പോൾ രോഗികളായിരിക്കുന്നവർ രോഗപീഠകളുള്ള ഭാഗങ്ങളിൽ കരങ്ങൾ വെച്ച് കണ്ണുകൾ അടച്ച് യേശുവിനെ നാമം വിളിക്കുന്നു. ഇതാ കർത്താവ് സുഖപ്പെടുത്തുകയാണ്, ഇതാ കർത്താവ് അനുഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, തിരു ശരീരത്തിന് ശക്തി പുറപ്പെട്ട് ഇപ്പോൾ അങ്ങയുടെ മക്കൾ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രോഗങ്ങൾക്ക് സൗഖ്യം നൽകിക്കൊണ്ടിരിക്കണമേ. രോഗങ്ങളെ സുഖപ്പെടുത്തുന്ന യേശുവേ, രോഗികളുടെ വൈദ്യനായ യേശുവേ, രോഗത്തിന് മേൽ ശക്തി അയക്കുന്നവനെ, കരങ്ങൾ കൊണ്ട് തൊട്ട് സുഖപ്പെടുത്തി അനുഗ്രഹിച്ചുകൊണ്ടിരുന്ന കർത്താവെ, പലസ്തീനായിൽ അനേക രോഗികളെ സുഖപ്പെടുത്തിയവനെ, അന്ന് തൊട്ട് ഇന്ന് വരെ കോടാനുകോടി രോഗികൾക്ക് സൗഖ്യം നൽകിയവനെ, ഇപ്പോൾ അങ്ങയുടെ തിരു ശരീരത്തിന് ശക്തി പുറപ്പെടട്ടെ. വചനത്താൽ സൗഖ്യം പ്രാപിക്കാൻ തക്കവിധമുള്ള വിശ്വാസത്തിൻ്റെ ആഴങ്ങൾ മക്കൾക്കായി അവിടെ നൽകണമേ. വചനം പറഞ്ഞ് സൗഖ്യം പ്രാപിക്കാൻ ഓരോ മകനെയും മകളെയും അവിടുന്ന് വിശ്വാസ ബലം കൊണ്ട് നിറയ്ക്കണമേ. ഇപ്പോൾ അവിടുന്ന് തൊട്ട് സുഖപ്പെടുത്തണമേ. മാറാ രോഗങ്ങൾ മാറിപ്പോകട്ടെ. ക്യാൻസർ രോഗങ്ങളിലേക്ക്, എയ്ഡ്സ് രോഗങ്ങളിലേക്ക്, കരൾ രോഗങ്ങളിലേക്ക്, സന്ധി ബന്ധങ്ങളുടെ എല്ലാ തരത്തിലുള്ള രോഗപീഠകളിലേക്കും അസ്ഥി രോഗങ്ങളിലേക്കും കർത്താവിൻ്റെ ശക്തി ഒഴുകട്ടെ, കർത്താവിൻ്റെ ശക്തി ഒഴുകട്ടെ. രോഗിയായി കട്ടിലിൽ കിടക്കുന്ന എല്ലാ രോഗികളുടെ മേലും ഇപ്പോൾ ശക്തി പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനം മടുത്തിരിക്കുന്നവർ, നിരാശ പൂണ്ടിരിക്കുന്നവർ, പലതരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങളിൽ അകപ്പെട്ട് മനോദുഃഖത്തോടെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മകനിലേക്കും മകളിലേക്കും ഇപ്പോൾ കർത്താവിൻ്റെ ശക്തി ഒഴുകട്ടെ. തിരു ശരീരത്തിന് ശക്തി പുറപ്പെട്ടെ. ഈ നിമിഷങ്ങളിൽ ലോകത്തിൽ അനേകായിരം അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, 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 സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ നന്ദി. കണ്ടമംഗലത്ത് നിന്ന് വരുന്നു. സെഹിയോൻ ധ്യാന കേന്ദ്രത്തിലേക്ക് വരാനുള്ള കാരണം പറയാൻ, എൻ്റെ മോൻ ഇവിടെ കൂടെയുണ്ട്. അവന് ബാംഗ്ലൂർ പഠിക്കുകയായിരുന്നു. 6 മാസത്തെ ട്രെയിനിങ്ങിന് കയറിയത്. 6 മാസത്തിന് 4 ദിവസം ബാക്കി നിൽക്കുക എൻ്റെ മോൻ ഒരു ദിവസം പെട്ടെന്ന് 2 കാലും ഒടിഞ്ഞു വീഴുന്നൊരു സ്വഭാവം. അരയ്ക്കുന്ന കീപ്പിട്ട് തളർന്നു പോകുന്ന ഞാൻ അവനെ പെരുന്തൽമണ്ണ അൽസിഫ ആശുപത്രിയിൽ അഡ്മിറ്റാക്കി. പെട്ടെന്ന് തന്നെ ICUവിലാക്കി. ബാംഗ്ലൂരിൽ നിന്ന് വന്നേ അന്ന് തന്നെ അൽസിഫ ആശുപത്രിയിൽ ICU കിടത്തിയ ഡോക്ടർ സംഗീത ചെറിയ പുള്ളി 11:30 ആശുപത്രിയിൽ ICUവിലാക്കിയിട്ട് രാത്രി 12 മണിയായിട്ടും ഡോക്ടർ നോക്കിയില്ല. ലാസ്റ്റ് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മോൻ്റെ ഓരോ അവയവങ്ങളും 0 ആണ്. 24 മണിക്കൂറിനകം എന്ത് സംഭവിക്കാമെന്ന് പറഞ്ഞു. 1,10,000 രൂപ ഇപ്പം തന്നെ കെട്ടണമെന്ന് പറഞ്ഞു. ഞാൻ ഇരുന്ന ഇരിപ്പിൽ സംഘത്തിൽ പറഞ്ഞു, സെഹിയോൻ നാഥ, എൻ്റെ മകൻ 2 കാലം നടന്നു വന്ന് ഈ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വന്ന് വരാൻ എന്നെ സഹായിക്കണേ, ഞാൻ അവനെ കൊണ്ടുപോയിക്കോളാമേ എന്ന് ഞാൻ പോയില്ല ആശുപത്രിയിൽ. ഇത് ഫോണിൽ കൂടി ഞാനത് ചെവിയിൽ കേട്ട ഉടനെ ഞാൻ മുട്ടുകുത്തി സെഹിയോൻ ധ്യാന കേന്ദ്രത്തിലേക്ക് എൻ്റെ മകനെ നടത്തിക്കൊണ്ടെന്ന് ദൈവനെ സഹായിക്കണം എന്ന് പ്രാർത്ഥിച്ചു. അവനെ എത്രയും പെട്ടെന്ന് 1,10,000 രൂപ കെട്ടാൻ എൻ്റെ കയ്യിലില്ല. ഇത് ഇളച്ച് കിട്ടുന്നതിന് വേണ്ടി അമൃത ഹോസ്പിറ്റലിലേക്ക് അന്ന് രാത്രി തന്നെ 1:30 ഡോക്ടർ ഡിസ്ചാർജ് ചെയ്തു തരണം പറഞ്ഞ് അവർ ബഹളം വെച്ചു. അവൻ്റെ അപ്പന്മാരും പപ്പയൊക്കെ ബഹളം വെച്ചു. 1,10,000 കെട്ടാനില്ല കയ്യിൽ. കെട്ടിയെങ്കിലേ സംഗീത ചെറിയാൻ ഡോക്ടർ നോക്കുകയുള്ളൂ കൊച്ചിനെ. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ എൻ്റെ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്താൻ പറഞ്ഞു. അപ്പോൾ ഉടനെ എന്നെ അമൃത ഹോസ്പിറ്റലിലേക്ക് 6 മണിയായപ്പോൾ എത്തിച്ചു. മോനെ അപ്പോഴത്തേനും മോൻ്റെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഇങ്ങനെ മുട്ടുകുത്തി വീഴുന്നൊരു സ്വഭാവമായിരുന്നു. എണിച്ച് നിർത്തത്തില്ല. ഞാനും പപ്പയെ എണിപ്പിച്ച് നിർത്താം. നിർത്തി ഞങ്ങൾ കൈവിട്ടാൽ ഒടിഞ്ഞു വീഴും. ആ ഒരു അവസ്ഥ. അവിടെ പെരുന്തൽമണ്ണ ICU ചെന്നപ്പോഴത്തേനും കൈ വരാനൊക്കാതെയായി. ഡോക്ടർ പറഞ്ഞു ശരി തന്നെയായിരുന്നു. അവൻ്റെ ഓരോ അവയവങ്ങളും 0 എന്ന് പറഞ്ഞു. 1,10,000 കെട്ടാതില്ല. അമൃത ആശുപത്രിയിൽ എത്തിച്ചു. 5 മണിയാകുമ്പോഴേക്കും ഡോക്ടർമാർ പറഞ്ഞു, ഈ 1,10,000 സൂചി വേണമല്ലോ ചെയ്യാമെന്ന് പറഞ്ഞു. എന്നാൽ ഞാനൊരു നാളെ രാവിലെ ആവട്ടെ ഒരു ചെറിയ 2 ഗുളിക ടാബ്ലറ്റ് കൊടുത്തു. ഇത് ഫലിക്കോ ഇല്ലോ എന്ന് നമുക്ക് നോക്കാം. ടെസ്റ്റുകൾ എടുത്തിട്ട് സൂചി വേണം, അല്ലെങ്കിൽ ബ്ലഡ് മൊത്തം മാറ്റി കെട്ടണം എന്ന് പറഞ്ഞു. ഇത് എൻ്റെ ചെവി കൂടി ഫോൺ. ഞാൻ അപ്പോഴും ആശുപത്രി പോലെ ഞാൻ വീട്ടിൽ നിന്ന് മുട്ടുകുത്തിന്ന് പ്രാർത്ഥിച്ചു. സെഹിയോനാഥനെ ഓർത്ത് പ്രാർത്ഥിച്ചിരുന്നു. 3-ാം പക്കം അവൻ്റെ എല്ലാ ടെസ്റ്റുകളും നടത്തി. തിരുവനന്തപുരത്ത് നിന്ന് 3-ാം ദിവസം അവൻ്റെ നട്ടിൽ നിന്നൊരു
എന്ന് എനിക്കറിയില്ല. ഇത് പരിശോധനയ്ക്ക് അയച്ചു. തിരിച്ച് റിസൾട്ടുകളൊക്കെ വന്നു. മേജോ ജോണിന് ഈ 2-3 ഈ ചെറിയ ഗുളിക കൊണ്ട് അവൻ്റെ അസുഖം മാറും. 11-ാം ദിവസം നമ്മുടെ ആശുപത്രി നടന്ന് എൻ്റെ വീട്ടിലേക്ക് കയറി. വണ്ടിയിൽ നിന്ന് വന്ന് ഞങ്ങൾ മെറാത്തേക്ക് കയറ്റി വെച്ചതാണ് അവന്. ഞാൻ ഈ സിയോൻ ധ്യാനകേന്ദ്രത്തിൽ വരാനുള്ള കാരണം ഞാൻ പറഞ്ഞതാണ്. എൻ്റെ മോനെ ഇങ്ങോട്ട് നടന്ന് വന്നത് നടന്നു അസ്ഥിക്ക് തളർച്ച വന്ന് നിൽക്കാൻ പറ്റാതെ നിന്നാൻ കുഴഞ്ഞു വീഴുന്ന അവസ്ഥ, കൈയും കാലും ശരിക്കും അസ്ഥിക്ക് പ്രയാസം. അങ്ങനെ ഇരിക്കുമ്പോൾ 1,10,000 രൂപയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഡോക്ടർ നിർദ്ദേശിച്ചു. കയ്യിൽ പൈസ ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ വാർത്ത കേട്ടപാടെ മുട്ടുമെന്ന് പറഞ്ഞു, എൻ്റെ മോനെ സെഗിയോൻ നാഥൻ സുഖപ്പെടുത്തിയാൽ ഞാൻ അവനെ നടത്തി സെഗിയോനിൽ കൊണ്ടുവന്ന് സെഗിയോനിൽ ധ്യാനം കുടിക്കാൻ നേർന്നു. അതിന്റെ ഫലമായി കർത്താവ് മേജർ ജോണിന് പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. കരങ്ങൾ അടുത്ത് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഒരു നേർച്ചയുടെ പൂർത്തീകരണമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പേര് സോണിയ. ഞാൻ തൃത്തുമല ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഡൽഹിയിൽ വർക്ക് ചെയ്യുന്നു. എനിക്ക് ഉറങ്ങി ഈ 2 മണി 3 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടി എണീറ്റിട്ട് എനിക്ക് നന്നായി ദാഹിക്കുമായിരുന്നു. ആ ദാഹം മാറി നന്നായി ഉറങ്ങാൻ സാധിച്ചു. പിന്നെ എൻ്റെ വലത്ത് കൈയുടെ ഇവിടെയായിട്ട് ഒരു ചെറിയ മുഴയുണ്ടായിരുന്നു. ഇന്നലെ രാവിലെ തൊട്ട് എനിക്ക് ഭയങ്കര വേദനയായിരുന്നു കൈക്ക്. വൈകുന്നേരം സ്തുതിച്ച് പ്രാർത്ഥിച്ചതോടെ എൻ്റെ വേദന മാറി, മുഴയും മാറി. യേശുവെ നന്ദി, യേശുവെ സ്വസ്ത്രം. കർത്താവ് സുഖപ്പെടുത്തി അനുഗ്രഹിച്ചു. വേദനയും കർത്താവ് എടുത്തു മാറ്റി. ഉറക്കത്തിനാണ് നടന്നും കർത്താവ് സുഖപ്പെടുത്തി. കരങ്ങളെടുത്ത് ഒരിക്കൽ കൂടി സ്തുതിക്കുന്നു.